ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എഴുന്നേറ്റ് വെക്കാൻ ഞാൻ കടയിലോട്ടാണ് പോകുന്നത് പാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. ഇക്കയച്ചുവാണെങ്കിൽ നല്ല ഉറക്കമാണ്. എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ജിമ്മിൽ പോകാനുള്ളതാണ്. അങ്ങനെ ദോശമാവും പാലും വാങ്ങിക്കാനായിട്ടായിരുന്നു ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സൈഡിൽ ചായയാവുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ ദോശയായിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ചമ്മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു, കാരണം 10 മണിക്ക് ജിമ്മിൽ പോകണം. അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാനങ്ങനെ ഫുഡ് ഉണ്ടാക്കാറില്ല എന്നല്ല, കാരണം ജിമ്മിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും നിന്നെ കുഴഞ്ഞാണ് വരുന്നത്. അപ്പോൾ തലേ ദിവസം വൈകുന്നേരം ഞാൻ ഫുഡ് ഉണ്ടാക്കി വെക്കും. രാത്രിയിലേക്കും പിറ്റേ ദിവസം ഉച്ചക്കത്തേക്കും ഉള്ള രീതിയിൽ ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ എനിക്കാനെ വിളിച്ചുണർത്തിയിട്ട് എന്നെ ജിമ്മിൽ കൊണ്ടേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വലുതായിട്ട് അങ്ങനെ ഫോൺ എടുക്കാറില്ല. അങ്ങനെ ജിമ്മിലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സ്മൂത്തി അടിച്ചു കുടിക്കും. ഡയറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സ്മൂത്തി അടിച്ചു കുടിച്ചിട്ട് വൈകുന്നേരം ഫുഡ് ഇടയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും കഴിക്കും. അപ്പോൾ ഫ്രൂട്ട്സ് തീർന്നുകൊണ്ട് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാക്കാൻ വേണ്ടി വെച്ച് പിന്നെ മുറിയൊക്കെ കുറച്ച് ഒതുക്കണമായിരുന്നു. തുണിയൊക്കെ കുറേ മടക്കാൻ കിടപ്പുണ്ടായിരുന്നു, കാരണം ഇന്നലെ ഒത്തിരി തുണി കഴുകാനുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് കഴുകുന്നത് ഞാൻ. അങ്ങനെ കുഞ്ഞിൻ്റെ അലമാരി ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ടായിരുന്നു, അത് തയ്ക്കാൻ കൊടുത്ത് അങ്ങനെ മുറിയൊക്കെ ഒതുക്കി ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇച്ചുവിന് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാകുമ്പോഴത്തേക്കും വലിയ അലമ്പൊന്നും കാണിക്കത്തില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇച്ചു കൂടെ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് ഉറങ്ങരുതെന്ന് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, അറിയാതൊന്നും ഉറങ്ങിപ്പോയതാണ്. അങ്ങനെ രാത്രി എഴുന്നേറ്റപ്പോഴാണ് പൊന്നൂന് വയ്യാന്നും പറഞ്ഞ് വിളിച്ചത്. പൊന്നൂന് പല്ലുവേദന പിന്നെയും വന്നിട്ടുണ്ട്. അങ്ങനെ പൊന്നൂനും ഇക്കാക്കൊക്കെ കഞ്ഞിയും പയറും മതി എന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാനത് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.